എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തിയായ ഒരു ചീര അവിയലാണ്. ചീര മാത്രമല്ല, നിങ്ങൾക്കത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ കാണാം, ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുള്ള തുടക്കങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഈ ചിലർക്ക് പല ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ഇതിനെ കുറയ്ക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ നമുക്ക് പ്രകൃതിദത്തമായ ഒരു അവിയലാണ് ഇന്നുണ്ടാക്കുന്നത്. ചീര അവിയൽ എങ്ങനെ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. നല്ലൊരു ഫുഡ്, ഒപ്പം നമുക്ക് ഹെൽത്തിയാണ്. ഡോക്ടർമാർ നിർദ്ദേശം പറയുന്നത് തന്നെ ഷുഗറൊക്കെ ഉള്ളവർ ധാരാളം കഴിക്കണം എന്ന് പറയുന്ന അവിയലിനെ പറയുന്നെങ്കിലും നമുക്ക് ഈ അവിയൽ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് പറയേണ്ടത്. തീർച്ചയായിട്ടും വീഡിയോ കാണുക. ഇപ്പം നമ്മുടെ ഹെൽത്തിയായ ഒരു അവിയലാണ്. വേറൊന്നുമല്ല, നമുക്കറിയാം ചീരയെന്ന് പറയുന്നത് ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. ചീരയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള, അതായത് ഇരുമ്പിൻ്റെ അംശവും കൂടുതലുള്ള, അതുപോലെ തന്നെ പപ്പായ അഥവാ ഓമയ്ക്ക, അതുപോലെ തന്നെ തക്കാളി, ഇത്രയിട്ട് നമുക്ക് അടിപൊളി ഒരു അവിയൽ വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് കണ്ടോ, പാൽമുളക്, നമ്മുടെ തക്കാളി, പപ്പായ അരിഞ്ഞത്, ഇനി നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു വളരെ ഹെൽത്തിയായ അവിയലാണ്. നമ്മൾ ഷുഗറൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും കഴിക്കേണ്ട അവിയലാണ്. കാരണം ഷുഗറിനെതിരായിട്ടുള്ള, പപ്പായ ഷുഗറിനെതിരാണ്, അതുപോലെ നമ്മുടെ ചീര ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും എതിരാണ്. പപ്പായ അത് തന്നെയാണ്. പിന്നെ നമ്മുടെ തക്കാളിയിൽ അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് കറിവേപ്പില. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കറിവേപ്പില കളയരുത്. പിന്നെ ഈ പാൽമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റും അതുപോലെ അത്യാവശ്യം എരിവുമൊക്കെയുള്ള ഒന്ന് തന്നെയാണ്. പച്ചമുളകും കീറിയിട്ടുണ്ട്. നമുക്കിനി വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പിന്നെ അടുപ്പിലോട്ട് വച്ചിരിക്കുന്നത് പപ്പായ, അതായത് ഓമയ്ക്കയും തക്കാളിയും പച്ചമുളക്, പാൽമുളക് അരിഞ്ഞതും കൂടെ, കറിവേപ്പിലയും കൂടെ, മഞ്ഞപ്പൊടിയും ഒരു കണക്കിന് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ അടുപ്പിലോട്ട് വച്ചിരിക്കുകയാണ്. നമ്മുടെ ചീര കുറച്ചുകൂടെ കഴിഞ്ഞ് ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടി ലേശം വെളിച്ചെണ്ണ. ഇതിപ്പം ഇതൊന്ന് വെന്ത ശേഷം നമുക്ക് ചീര ആഡ് ചെയ്യാം. ഇത് നമ്മുടെ അവിയൽ ഒരുവിധം വേവായി. ഇനി നമുക്ക് ഇതിലേക്ക് ചീര ആഡ് ചെയ്യാം. കാരണം നമ്മുടെ പപ്പായക്കാണ് വേവ് കൂടുതൽ, അപ്പോൾ നമുക്ക് ചീര ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചീര നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അടച്ചിടാം. ചെയ്യണ്ട, നന്നായിട്ട് നമുക്ക് ഇളക്കി ചേർത്തിട്ട് അടച്ചിടാം. ഇതൊക്കെ ആണുങ്ങളും അത്യാവശ്യം അടുക്കള ജോലിയൊക്കെ ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ ഹെൽത്തിയായ അവിയലിന് നമുക്ക് ഏറ്റവും ഗുണമുള്ള അവിയൽ തന്നെയാണ്. അറിയാമല്ലോ, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ചീര ആയാലും ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി അടച്ച് ഇട്ട് വേവിക്കാം. നമ്മുടെ ഹെൽത്തി അവിയൽ അങ്ങനെ തിളച്ച് മറിയുകയാണ്. മുളകൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അതുപോലെ ചീര, ഓമയ്ക്ക, അതായത് പപ്പായ, തക്കാളി, പച്ചമുളക്, പാൽമുളക്, ഇങ്ങനെ കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് വെട്ടി തിളക്കട്ടെ, നന്നായിട്ട് വേവട്ടെ. നമ്മുടെ അവിയൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സവാളയും കൂടെ ചേർത്ത് ആണ് നമ്മൾ അരച്ചേക്കുന്നത്. സവാള, പിന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട്, ഇനി നമുക്ക് ഈ തേങ്ങ അരച്ച പാത്രം കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം. അത് നമ്മുടെ അവിയൽ റെഡിയായി വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയലാണ്, പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ചീര, പപ്പായ, അതുപോലെ തക്കാളി, പച്ചമുളക്, പാൽമുളക്, പിന്നെ കറിവേപ്പില, അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട്. നമ്മൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് തേങ്ങയുടെ ആ പാത്രം കൂടെ കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ. നമുക്കിത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാരണം ഇതൊന്ന് വെന്ത് ചേരാനായിട്ട്. നമ്മുടെ അവിയൽ ഇനി നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി
നമ്മൾ തേങ്ങ ഇട്ട ശേഷം ആ പാത്രങ്ങളൊന്ന് കഴുകി ഒഴിച്ച ശേഷം വച്ചിരിക്കുക. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ആവിയിൽ ആ തേങ്ങ അവിയൽ കൂടെ ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് തീരും. ഇതേ നമ്മുടെ അവിയൽ പൂർത്തിയായി. ഇതേ ഞാൻ വാങ്ങി വച്ചു. നല്ല ഹെൽത്തി അവിയൽ, അതായത് ധാരാളം ഗുണങ്ങളുള്ള ഒരു അവിയലാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക. കാരണം നമുക്കറിയാം, നമുക്ക് ചീര വളരെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഞാൻ എല്ലാ ഇതിലും പറയുന്നുണ്ട്, ഓരോ സമയത്തും പറയുന്നുണ്ട്. അപ്പം ഈ അവിയൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഏറ്റവും ഗുണമുള്ള അവിയലുമാണ്. നമ്മുടെ ഹെൽത്തി പ്രോബ്ലങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള തന്നെയാണ്. കാരണം ഇതിനകത്ത് മറ്റ് യാതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ വളമിട്ടുണ്ടാക്കണം. ഈ ചീരയെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ റെഡിയാക്കിയാണ്, വളമൊന്നും ഇട്ടതല്ല. കണ്ടിന്യൂ വെള്ളം അതുപോലെ മണ്ണെന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് വലിയ വണ്ണവും വലിപ്പമൊന്നുമുള്ള ചീരയൊന്നുമല്ല നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഓമയ്ക്ക, അതായത് പപ്പായ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത്. ഇന്ന് തക്കാളി മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിയത്, അതൊരു ടേസ്റ്റിന് വേണ്ടി. ബാക്കി കറിവേപ്പിലയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പം ലാഭമുണ്ട്, വളരെ ഹെൽത്തിയാണ്. നമുക്ക് കുറേ അസുഖങ്ങൾക്ക് ഗുണമുള്ളത് തന്നെയാണ് ഇത്. അസുഖങ്ങൾ മാറാൻ, ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അവിയൽ തന്നെയാണിത്. അല്ലെങ്കിൽ തന്നെ അവിയൽ ധാരാളം യൂസ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ അത്തരം അവിയലിനേക്കാളും നമ്മൾ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറികളെ അവിയലിനേക്കാളും നമുക്ക് ഹെൽത്തിയാണ് ഈ അവിയൽ. അത് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാനും ഒരു കാരണം. ഇപ്പം നിങ്ങൾ അവിയൽ കണ്ടു കാണും. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയുന്നില്ല, നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ അവിയലിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ. ചീര, അതുപോലെ പപ്പായ, അതുപോലെ തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മണമുള്ള പാൽമുളക്. വെച്ചപ്പം തന്നെ നല്ല അടിപൊളി മണം, നല്ല മണം. അതുപോലെ ഏറ്റവും ഗുണമുള്ള തന്നെയാണ് കറിവേപ്പിലയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന പലതിൻ്റെയും വീഡിയോ ആയിട്ടിട്ടുണ്ട്. ചീരയുടെയും വീഡിയോ ഇനി വേറെ തോരൻ വയ്ക്കുന്നതും ഹെൽത്തിയും കാര്യം. അയൺ ധാരാളം അടങ്ങിയ ചീരയാണ്. അതുപോലെ തന്നെ പഴുത്ത പപ്പായ കഴിക്കുന്നതിനേക്കാളും ഷുഗറുള്ളവർ പച്ച പപ്പായ അരിഞ്ഞ് ഇതുപോലെ അവിയലോ എങ്ങനെയെങ്കിലും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചയ്ക്ക് കഴിക്കാൻ പലർക്കും പറ്റത്തില്ല. അതിൻ്റെ കറയെന്ന് പറയുന്ന ഒരു തരം ആസിഡ് ടൈപ്പാണ്. നമുക്കത് പലർക്കും അല്ലത് എടുക്കാൻ പാടില്ല. അതിനെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ കറയ്ക്ക് പിന്നെ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ട. അതുപോലെ തന്നെയാണ് നമ്മുടെ തക്കാളി. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഒരു ചേരുവയുള്ള അവിയലാണ് നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും ലൈക്ക്, അതുപോലെ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നല്ലൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് തന്നെ വരാം.